ഈ ഉത്സവപ്പറമ്പുകളിൽ ആനയിടയുന്നത് പതിവാവുകയാണ്. കഴിഞ്ഞ ദിവസം മാത്രം ആനയുടെ ആക്രമണത്തിൽ നഷ്ടമായത് 2 ജീവനുകളാണ്. എന്തുകൊണ്ടാണ് ആന ഇടയുന്നത്? ഇതിൽ ശരിക്കും ഒരു വിദഗ്ധ അഭിപ്രായം വേണം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ആന ചികിത്സാ വിദഗ്ധനായ ഗിരിദാസ് ആണ്, ഡോക്ടർ ഗിരിദാസ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഡോക്ടർ, എന്താണ് ശരിക്കും ഈ നിരന്തരമായി ഇത്തരത്തിൽ ആന ഇടയുന്നൊരു സാഹചര്യം വരുന്നു, പലരുടെയും ജീവൻ നഷ്ടമാവുന്നു, ശരിക്കും എന്തായിരിക്കും ഈ ആന ഇടയാനായിട്ടുള്ള കാരണം? നമുക്കറിയാം, ഉത്സവകാലം കഴിയാറായി, അവസാന ലാപ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആനകളുടെ എന്താ പറയുക, റെസ്റ്റ്, അത് വിശ്രമം കിട്ടേണ്ട ആനകളുണ്ട് കുറേ. എന്ന് വെച്ചാൽ ആനകൾക്ക് എന്ന് വെച്ചാൽ മതകാലഘട്ടമുണ്ട്, അത് പിന്നെ സാധാരണ കാലഘട്ടമുണ്ട്. ഈ മതകാലഘട്ടം അടുക്കുന്ന ആനകൾ പ്രീമസ് കണ്ടീഷനാണ്. പ്രീമസ്തിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ആനയെ കൊണ്ട് നടക്കുന്ന വ്യക്തികളെ തന്നെ അത് പ്രതിരോധിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ 2ാം പാപ്പനെയും 3ാം പാപ്പനെയൊക്കെ പ്രതിരോധിക്കുക. ഇവിടെ നമ്മൾ കണ്ടത്, നമുക്കറിയാം, ആനയുമായി അടുത്ത് നിൽക്കുന്ന വ്യക്തികളെയാണ് ആന ആക്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ആനയ്ക്ക് ഇവരോട് പ്രത്യേകമായിട്ടുള്ളൊരു ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിരോധമാണ് ഇവിടെ കണ്ടത്. ഈ പാപ്പാന്മാരുടെ അല്ലെങ്കിൽ ആനയോട് അടുത്ത് നിൽക്കുന്ന ആളുകളുടെ സമീപനം അത് ശരിക്കും ആനയെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ പലരും പറയുന്നുണ്ട്, ആനകളെ ക്രൂരമായി അടിക്കുന്ന ചില പാപ്പാന്മാർ അല്ലെങ്കിൽ ആനയെ ഉപദ്രവിക്കുന്ന, ഇതൊക്കെ ഈ ആനയുടെ സ്വഭാവത്തിൽ പ്രതിഫലിക്കുമോ? അതുകൊണ്ടാണോ ഈ ആനയുമായി അടുത്ത് നിൽക്കുന്ന ആളുകളോട് ആനയ്ക്കൊരു പ്രത്യേക തരത്തിലൊരു വൈരാഗ്യം വരാൻ കാരണം? ആനകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ വളരെ സ്നേഹിക്കുന്ന ആനയാണ്. നമ്മളതിന് ഭക്ഷണം കൊടുത്ത് അതിനെ കൈകാര്യം ചെയ്ത ആന നമ്മളെ സ്നേഹിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ ആനയെ ഉപദ്രവിക്കുന്ന വ്യക്തികളെ തെരഞ്ഞു പിടിച്ചിട്ടാണ് ആന ഏത് രീതിയിൽ ഉപദ്രവം. ഇപ്പോൾ ആന ലോറി ഡ്രൈവറോട് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹമാണ് എന്നെ എല്ലാ അവിടത്തേക്ക് എത്തിക്കുന്നത്, അപ്പോൾ എനിക്ക് ഓവർ വർക്ക് തരുന്ന ഇന്ന ആളെന്ന് വ്യക്തമായിട്ട് അദ്ദേഹത്തിനെ ആക്രമിക്കുന്നു. അപ്പോൾ കാലഘട്ടത്തിൽ ആനയെ കെട്ടണം, അത് ഉടമസ്ഥന്മാർ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യണം. മതമുണ്ട്, മതം വരും, അല്ലെങ്കിൽ മതം ഒരു പ്രത്യേകം ഓരോ വർഷത്തിൽ ഓരോ സമയത്ത് സൈക്ലിക് പ്രോസസ്സായിട്ട് വരുന്നതാണ്. ഇപ്പം അങ്ങനെ വരുന്ന ആനകളെ തിരിച്ചറിയാനായിട്ട് ഉടമസ്ഥർക്ക് അവരുടെ കയ്യിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ കയ്യിൽ ഒരു ഡാറ്റ ഉണ്ടായിരിക്കണം. ഇന്ന ആനയ്ക്ക് ഇന്ന സമയത്ത് മതം വരും, ആ സമയത്ത് ആനനെ റെസ്റ്റിൽ കെട്ടണം. പക്ഷെ അങ്ങനത്തെ ഒരു ഡാറ്റ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഈ കാലാവസ്ഥ എങ്ങനെയാണ്? ഈ കാലാവസ്ഥയുമായി ഇത് ബന്ധമുണ്ട്? പ്രത്യേകിച്ചും ചൂട് കാലങ്ങളിൽ ആനയ്ക്ക് ചൂട് താങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൊക്കെ ഇത് പെട്ടെന്ന് ഇടയാനുള്ളൊരു സാഹചര്യമുണ്ടോ? നമ്മുടെ ശരീരപ്രകൃതിമാരിൽ ആന വയർക്കില്ല. ആനയുടെ കറുത്ത പ്രതലമാണ്. ആനയ്ക്ക് ചൂട് ഒരു പ്രശ്നമല്ല. ആവശ്യത്തിന് വെള്ളവും വിശ്രമവും കിട്ടാമെന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ള മൃഗങ്ങളെ ഇത് വയർക്കുന്ന മൃഗമല്ല. 250 ലിറ്റർ വെള്ളം 250 ഭക്ഷണം കിട്ടാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിരോധമുണ്ട്. ആ പ്രതിരോധമാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഈ എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പൂരത്തിന് ആനയെ കൊണ്ടുവരുമ്പോൾ അത് ഇടയാതിരിക്കാനുള്ള അല്ലെങ്കിൽ എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ് ഒരു പാപ്പാൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ ആനയുടെ തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും സ്വീകരിക്കേണ്ട കാര്യങ്ങൾ? ആനയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരവസ്ഥകളുണ്ട്. മതകാലം തിരിച്ചറിയണം. മതം എന്ന് പറഞ്ഞാൽ 3 കണ്ടീഷനാണ്: പ്രീമസ്ത്, മസ്ത്, പോസ്റ്റ് മസ്ത്. അപ്പം മതകാല ആരംഭമാണ്. ഈ ആരംഭ കാലഘട്ടത്തിൽ ആനകൾ അത് പ്രത്യേകിച്ച് കാണിക്കും. ഈ മതകാല ആരംഭമുള്ള ആനകളെ എത്രയും വേഗം കൊണ്ട് വിശ്രമത്തിലേക്ക് മാറ്റണം. അതിന് ആവശ്യമായിട്ടുള്ള അതിൻ്റെ ബയോളജിക്കൽ പ്രോസസ്സിലേക്ക് അതിനെ മാറ്റുകയാണെങ്കിൽ അപകടം ഒഴിവാക്കുന്നില്ല. എത്രയോ ആനകളുണ്ട്, എല്ലാ ആനയും പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ചില ആനകളുടെ മതകാലത്തിലേക്ക് പോകേണ്ട ആനകളെ മതകാലത്ത് തന്നെ കൊണ്ടുപോകണം. അതിന് മതം നീട്ടാനായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നത് ശരിയല്ല. അതായത് പലപ്പോഴും ഈ മതപ്പാടുള്ള സമയത്ത് അല്ലെങ്കിൽ ആന അക്രമാസക്തമാവുന്നുള്ളൊരു തോന്നലുള്ള സമയത്ത് പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ആനകളെ ഈ പൂരങ്ങൾക്ക് പങ്കെടുപ്പിക്കേണ്ടി, ഇപ്പോൾ ആനകളുടെ ദൗർലഭ്യം പറഞ്ഞു, അങ്ങനെയുള്ള ആനകളെ ഈ പൂരത്തിൽ പങ്കെടുപ്പിക്കുമ്പോഴാണല്ലോ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതല്ലേ വേണ്ടത്? അതെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ കയ്യിലില്ല. ഒരു എന്താ പറയുക, ഒരു ഡാറ്റ ബുക്ക് ഉണ്ട്, അല്ലെങ്കിൽ അതിനൊക്കെ കൃത്യമായിട്ട് ഇന്ന ആനയ്ക്ക് ഇന്ന സമയത്ത് മതം വരുന്നത് നമുക്ക് എന്തുകൊണ്ട് അത് ശരിക്കും ജനങ്ങളും കൂടെ അറിയണം, പബ്ലിഷ് ചെയ്യണം. ഇന്ന ആനയ്ക്ക് ഇന്ന സമയത്ത് മതം വരുന്നതാണ്. മതകാല പരിചരണം അത് തനിയെ സ്വാഭാവികമായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഒരു മാസമൊക്കെ മാറിക്കിട്ടുന്നത് കുഴപ്പമില്ല. അത് ബയോളജിക്കലി മാറുന്നതാണ്. അല്ലാതെ ഫോഴ്സ്ഫുള്ളി മാറ്റി ആനയെ എഴുന്നള്ളിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു നടപടിയാണ്. അതാണ് ആന ചികിത്സാ വിദഗ്ധനും കൂടിയാണ് അദ്ദേഹമാണ് നമ്മോടൊപ്പം ചേർന്നത്. അതായത് ഈ ആനകളെ ഉത്സവത്തിന് എത്തിക്കുമ്പോൾ അത് പരിപാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് കൃത്യമായി തന്നെ പരിപാലിച്ചില്ലെങ്കിൽ ഈ അപകടത്തിന് കാരണമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് പാപ്പാന്മാരോ അല്ലെങ്കിൽ ആനയുമായി ബന്ധപ്പെട്ട ആളുകളോ അത് കൃത്യമായി പരിപാലിച്ചുകൊണ്ട് മാത്രം ആനകളെ ഉത്സവത്തിന് എത്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. തൃശ്ശൂരിൽ നിന്നും ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്.